സിദ്ധു ട്രാവലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരാൾക്ക് കുതിരയിൽ കയറുന്നതിന് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നിങ്ങൾക്ക് കുതിരയിൽ കയറണമെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ട് പോയിട്ട് ഇതേപോലെ പോയിട്ട് വരാൻ പറ്റും. രാവിലെ ശക്തമായ കാറ്റ് കാരണം കൊണ്ട് ബോട്ട് സർവീസ് ഇല്ലായിരുന്നു കന്യാകുമാരിയിൽ. നല്ല പൈനാപ്പിൾ ജ്യൂസും അതുപോലെ കരിമ്പ് ജ്യൂസും ഉണ്ടാക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. നല്ല വെയിലായതുകൊണ്ട് നല്ല നാടൻ കരിക്ക് കുടിക്കാൻ ആൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ഐസ്ക്രീം വാങ്ങിച്ചു. 100 രൂപയായി. ഈ കാണുന്നത് വ്യൂ പോയിന്റ് ടവറിലേക്ക് പോകാനുള്ള വഴിയാണ് ഇത്. ഈ ടവറിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 15 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിനകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഈ ടവറിൻ്റെ മുകളിലോട്ട് കയറും തോറും ശക്തമായ കാറ്റ് കാരണം കൊണ്ട് കയറാൻ പാടായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ കന്യാകുമാരിയിലെ ബീച്ച് എല്ലാം ഫുള്ളും കാണാൻ പറ്റും. നല്ല വ്യൂ പോയിൻ്റാണ് അവിടെ. നല്ല ശക്തമായ കാറ്റുമുണ്ട്. എങ്കിലും എല്ലാ കാഴ്ചകളും നമുക്കവിടെ നിന്ന് കാണാൻ പറ്റും.
അതെല്ലാം കണ്ട് കടൽ തിരമാലകൾ അടിക്കുന്നതെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ കാണുന്നത് 2 മണി ടൈമാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. കാറ്റ് കുറഞ്ഞ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ബോട്ട് സർവീസ് തുടങ്ങി. ക്യൂ നിൽക്കാതെ ബോട്ടിൽ കയറാൻ വേണ്ടി 300 രൂപയാണ് ടിക്കറ്റ്. ഈ കാണുന്ന ബോട്ട് ആൾക്കാരെയും കൊണ്ട് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വൈകിട്ട് 3 മണി ശേഷമുള്ള തിരക്കാണ് ഈ കാണുന്നത്. കൂടുതലും ശബരിമലയിൽ പോയിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കാണ് കൂടുതലും ഇവിടെ കാണുന്നത്. കന്യാകുമാരിയിലേക്ക് ടൂർ വന്ന കുട്ടികളുടെയും ടീച്ചർമാരുടെയും കാഴ്ചയാണ് ഈ കാണുന്നത്. കന്യാകുമാരിയിലെ വിശേഷങ്ങൾ ഇതോടെ ഇവിടം കൊണ്ട് കഴിയുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യുക.